ഞങ്ങളൊക്കെ രാഷ്ട്രീയം വായിച്ചു തുടങ്ങുന്ന കാലത്ത് KP നൂറുദ്ദീൻ എന്ന പേരിൻ്റെ പര്യായമായിരുന്നു പേരാവൂര്. കണ്ണൂരിൻ്റെ കിഴക്കൻ മലയോര പ്രദേശത്തെ കുടിയേറ്റ കർഷകരുടെ ഒരു മണ്ഡലമാണത് പേരാവൂര്. 5 തവണയോ മറ്റോ KP നൂറുദ്ദീൻ അവിടുന്ന് സ്ഥിരമായി ജയിച്ചു വന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഒരു 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 പ്രത്യേകത പറഞ്ഞാൽ 1977 ആ മണ്ഡലം ഉണ്ടാകുന്നത്. 77 മുമ്പ് ആ മണ്ഡലം ഇരിട്ടി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. 77 മുതൽ പേരാവൂര് വന്നു. അന്നു മുതൽ ഇന്നോളം അവിടെ ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസിന്റെ മണ്ഡലമാണ് എന്നത്തേതും എന്ന് പറയാം. ഒരിക്കൽ മാത്രം KK ശൈലജ ടീച്ചർ ജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കൽ മാത്രം അടയാളപ്പെടുത്തിയത് ഒഴിച്ചാൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ്. അപ്പോൾ നൂറുദ്ദീന്റെ മണ്ഡലം എന്നറിയപ്പെട്ട മണ്ഡലം ഇന്ന് KPCC പ്രസിഡന്റിന്റെ മണ്ഡലം എന്ന് പറയാൻ ആണ് നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രത്യേകത അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യം ആ മണ്ഡലത്തിന് വന്നു ചേർന്നിരിക്കുന്നത്. ABC ന്യൂസിന്റെ ഈ മണ്ഡല പര്യടനം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡല പര്യടനം ഇന്ന് ചെന്നു നിൽക്കുന്നത് പേരാവൂരിലാണ്. പേരാവൂരിന്റെ ചരിത്രം, പേരാവൂരിന്റെ സവിശേഷതകൾ, പേരാവൂരിന്റെ തെരഞ്ഞെടുപ്പ് കണക്കുകളൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്യും. ഒപ്പം പേരാവൂരിൽ ആരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയുള്ളത്, ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള വോട്ടിംഗ് മാറ്റമാണ് പാറ്റേണിൽ വരാൻ പോകുന്നത് എന്നൊക്കെ പറയാനും പ്രവചിക്കാനുള്ള അവസരം ഞങ്ങൾക്കല്ല, തീർച്ചയായും അത് വോട്ടർമാർക്കാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.